തല നന്നായിട്ട് ചൊറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ കുഞ്ഞു കുഞ്ഞു പെയിനുകളൊക്കെ വന്നിട്ട് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ കുളിക്കുന്നില്ല എനിക്ക് മനസ്സിലായി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ. ഇപ്പോൾ നിങ്ങളിത് കണ്ടതുപോലെ തന്നെ രേണുസുതിയുടെ പുതിയൊരു ഇത് വന്നിട്ടുണ്ട് ബിഗ് ബോസിൽ. എന്താ പറയുക, അനു ശരിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രേണുസുതി എന്തിനാണ് അവിടെ പോയിരിക്കുന്നത് പോലും പുള്ളിക്കാരിക്ക് തന്നെ അറിയാത്തൊരു അവസ്ഥയാണ് അവിടെ അല്ലേ. അവളുടെ ആ ഒരു സീൻ എടുത്ത് നോക്കുമ്പോഴൊക്കെ മനസ്സിലാവും പുള്ളിക്കാരി എന്തിനോ ഏതോ ഒരു ഇതിൽ ലോകത്ത് പോയതുപോലെയാണ് ആ ഒരു സീന് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ എന്താണ് ഏത് സമയം പുള്ളിക്കാരി തല ചൊറിഞ്ഞിട്ടിരിക്കുന്നത് കാണാം. ഇപ്പം ഇത്രയും വലിയൊരു ഷോയാണ്. ആ ഒരു ഷോയിൽ കുറച്ച് മാനേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു ഇത് കീപ്പ് ചെയ്യേണ്ടത് രേണു ആലോചിക്കണം. ആ പുള്ളിക്കാരി അതൊന്നും ചിന്തിക്കാതെ ഫുൾ ടൈം തലയും ചൊറിഞ്ഞ് ഇങ്ങനെ പേനെടുത്ത് ഇങ്ങനെ കൊല്ലുന്ന ആ ഒരു ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പം ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയിൽ പോയിട്ട് അവിടെയുള്ള ആളുകളൊക്കെ ഇത് വാച്ച് ചെയ്യുന്നുണ്ട്. അത് പുറത്ത് ഏതെല്ലാം രീതിയിലായിരിക്കും അത് വരുന്നതെന്നും ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പുള്ളിക്കാരി ഇത് ചെയ്ത് കഴിഞ്ഞാൽ അനുവിൻ്റെ ഒരു ക്യാരക്ടർ എടുത്ത് നോക്കിയാൽ നല്ലൊരു ക്യാരക്ടറാണ്. പുള്ളിക്കാരി വേണ്ടിടത്ത് ശരിക്കും കൊട്ടുക തന്നെ ചെയ്യും. അപ്പുറത്തും ഇപ്പുറത്തും മറ്റുള്ളവരെ പോലെ കുറ്റവും പറഞ്ഞ് അവൾ അങ്ങനെ തലയും നിറച്ച് പേനാണ്, അതാണ് ഇതാണ്. അതുപോലെ തന്നെ പലരെയും ഒളിഞ്ഞും തെളിഞ്ഞും കുറ്റം പറയുന്ന കുറേ പേരുണ്ട് അതിനകത്ത്. ഈ പുള്ളിക്കാരി അത് അങ്ങനെയല്ല. അനു ഉള്ളത് ഓപ്പണായിട്ട് അപ്പം തന്നെ ഓൺ ദ സ്പോട്ട് പുള്ളിക്കാരി പറയും. ഒന്നും ഒളിയും മറയും ഒന്നും വെച്ച് പുലർത്തില്ല. അപ്പോൾ ആ ഒരു ഇതിലാണ് എന്തൊരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് രേണു ചേച്ചിൻ്റെ മുഖത്ത് മൊത്തം മുഖത്ത് എന്നാണ് പറയുന്നത്, തലയിൽ മൊത്തം പേനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് പറയുന്നു. പിന്നെ ഇതാണ് രേണു പോയിട്ട് പറയുന്നുണ്ട്, എടാന്നെനിക്ക് അങ്ങനെ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഹേർട്ടായി, പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇങ്ങനെ പറയരുതായിരുന്നു അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അതങ്ങനെ ചെയ്ത് നടക്കുമ്പോൾ ഇത് രേണുസ് ഇതിൻ്റെ ഓരോരിതും പബ്ലിക് കണ്ടുകൊണ്ടിരിക്കുന്നു. പുറത്ത് ഇതെല്ലാം കാണുകയാണ്. ഇപ്പം അകത്തുള്ളവർക്കാണ് അത് മനസ്സിലായത്. അപ്പോൾ പുറത്തുള്ളവർ എത്രത്തോളം മനസ്സിലായിരിക്കുന്നത് നോക്കും. ഇപ്പോൾ ഞാൻ കുറേ യൂട്യൂബിൽ കണ്ടു കുറേ ഷോർട്സ്, ഒരു കോമഡി വെച്ചിട്ട് പുള്ളിക്കാരി അവഹേളിക്കുന്ന തരത്തിൽ പല തരത്തിലാണ് പുറത്ത് അത് സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും പുള്ളിക്കാരി അറിയുന്നില്ല. അപ്പം നമ്മൾ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ആകുമ്പോൾ അതിൽ പാലിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട്. അതൊന്നും ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പല ഭവിഷ്യത്തുകളും നമ്മൾ അനുഭവിക്കേണ്ടി വരും. പുറത്ത് തന്നെ ഇവിടുന്ന് ഷോയ്ക്ക് പോണ മുമ്പ് തന്നെ പുള്ളിക്കാരിക്ക് ഭയങ്കര നെഗറ്റീവ് ഇമേജാണ്. അപ്പോൾ പിന്നെ ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട. എന്തായാലും കുറച്ച് ഭാഗം കൂടി നമുക്കൊന്ന് കണ്ടിട്ട് വരുന്നു. കണ്ടു നോക്കൂ. എനിക്ക് തോന്നുന്നു ചേച്ചി എക്സ്റ്റൻഷൻ വെച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കും കുളിക്കാൻ പറ്റാത്തത്. അതെ, മുടി കഴുകുന്നില്ല, മേല് കഴുകുന്നുണ്ടാവും, തല കഴുകുന്നില്ല. ഓ ചേച്ചി ഓക്കെ, ഭയങ്കര ഇതായിപ്പോയി. വേറെ ഒന്നും അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇനി ഒരു കാര്യമേ ഉള്ളൂ, ഞാൻ ക്വിറ്റായിട്ട് പോകാം. കാരണം എനിക്ക് ഇവിടെ നിന്ന് തന്നെ ഇതെല്ലാം നിങ്ങൾക്ക് പഠനം പറഞ്ഞത് പബ്ലിക്കായിട്ട് ഞാനോട് നീ അത് പറയത്തില്ലായിരുന്നു, എന്നോട് മാറ്റി വിട്ടേ പറയത്തുള്ളൂ. അതെ ഞാൻ കാണുന്നില്ലായിരുന്നു. ചേച്ചി പൈസ ഞാൻ ചേച്ചി അത് മനസ്സിലായി. അതല്ല
ഒരു മുടി അവർ കോംബ് ചെയ്യുന്ന ഞങ്ങൾ കണ്ടിട്ടില്ല. ജസ്റ്റ് നല്ല രീതിയിൽ ഡീറ്റാങ്കിൾ ചെയ്തായിട്ട് എനിക്ക് അറിയില്ല. അവർ മുടി കെട്ടി വെച്ച് ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ മാത്രമല്ല എപ്പോഴും ഇങ്ങനെ സ്ക്രാച്ച് നടക്കുന്നു. പിന്നെ എപ്പോഴും ഇങ്ങനെ പുള്ളിക്കാരി എനിക്ക് തോന്നി ഞങ്ങൾ എക്സ്റ്റൻഷൻ വെച്ച് കൊടുത്തതിന് ശേഷം എപ്പോഴും ഈ മുടി ഇങ്ങനെ പിടിച്ച് വലിച്ചു ഈവൻ എൻ്റെ മുടി പോലും ഞാനിങ്ങനെ ഒരു 1 month കണ്ടിന്യൂസ് വലിച്ചു കഴിഞ്ഞാൽ എൻ്റെ മുടിയുടെ അവസ്ഥ എന്താ, എൻ്റെ എന്നല്ല നമ്മുടെയൊക്കെ മുടിയുടെ അവസ്ഥ എന്തായിരിക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. പുള്ളിക്കാരി പറഞ്ഞു ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തെടുത്ത് പറഞ്ഞു ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല. വളരെ റോങ് ആയിട്ടൊരു ഇൻഫർമേഷനാണ്. അതായത് എക്സ്റ്റൻഷൻ വെച്ചാലും ഹെയർ ഡെയിലി വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്റ്റൻഷനാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇപ്പം ഇവരുണ്ടല്ലോ എന്താണ് രേണുസുതിക്ക് മുടി വെച്ചു കൊടുത്തില്ല, അവരാണ് ആ ഒരു ലേഡിയാണ് സംസാരിക്കുന്നത് കേട്ടത്. അപ്പോൾ രേണുസുതി പല വീഡിയോസിലും പറയണ കണ്ടു ഈ മുടി വെച്ച് കഴിഞ്ഞാൽ തല വാഷ് ചെയ്യാൻ പറ്റില്ല എന്ന്. അങ്ങനെ അവർ പറയത്തില്ല, വാഷ് ചെയ്യണം, ഡെയിലി വാഷ് ചെയ്യണം. അതുപോലെ തന്നെ മുടി എപ്പോഴും പുള്ളിക്കാരി, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എപ്പോഴും ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. അതാണ് എപ്പോഴും ഇങ്ങനെ ഓരോന്ന് വല്ലാത്തൊരു, അത് ചിലപ്പോൾ ആ മുടി വെച്ചതിൻ്റെ ആ ഒരു അസ്വസ്ഥത ആയിരിക്കാം. അപ്പോൾ ഉള്ള മുടി മതിയല്ലോ, അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ള പണി ചെയ്യാതിരിക്കുക. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് പുള്ളിക്കാരിക്കുള്ളത് കൊണ്ടാണ് ഇങ്ങനെ മുടി എപ്പോഴും ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മുടെ സാധാ മുടി തന്നെ നമ്മളിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മുടിക്ക് പൊട്ടലും കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ അവർ എന്താണ് രേണുസുതി എന്താ പറയണത്, മുടി വെച്ചു കൊടുത്തവരാണ് കുറ്റം പറയുന്നത്. അവരെ വരെ പുള്ളിക്കാരി വെറുതെ വിടാത്ത ഒരു ഇതാണ് അവിടെ നടന്നിരിക്കുന്നത്. എന്തായാലും രേണുസുതി ചെയ്തതൊക്കെ കുറച്ച് ഓവർ തന്നെയാണ്. ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാട്ടിക്കൂട്ടലാണ് പുള്ളിക്കാരി അവിടെ കാണിച്ചു കൂട്ടുന്നത്. പുറത്ത് എങ്ങനെയാണോ അതിനേക്കാളും വിപരീതമായിട്ടാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ പുറത്ത് അതേ രീതി തന്നെയാണ് അവിടെ കാണിക്കുന്നത്, ഒരു മാറ്റവും ഇല്ല എന്ന് തന്നെ പറയാം. ഇവിടെ ഇത്രയും സൈബർ ബുള്ളിങ് ഉണ്ടായിട്ടും പുള്ളിക്കാരി അതിൽ കയറി കഴിഞ്ഞാൽ കുറച്ചെങ്കിലും നല്ല ഇമ്പാക്റ്റ് പുറത്തേക്ക് കൊടുക്കാൻ നോക്കാതെ പുള്ളിക്കാരി പിന്നെയും ഇങ്ങനെയുള്ള വൃത്തിൻ്റെ കാര്യമാണെങ്കിലും പല കാര്യങ്ങളും പുള്ളിക്കാരി ചെയ്യുന്നതിനോട് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. വൃത്തിയുടെ കാര്യമാണെങ്കിലും ശരി, ഈ പെയിൻറ്റ് ഇതൊക്കെയൊക്കെ ആണെങ്കിലും ശരി, ഇത്രയും വലിയ റിയാലിറ്റി ഷോ ആണെന്നുള്ളൊരു ചിന്ത പോലുമില്ല. പുള്ളിക്കാരിതായിട്ടുള്ള ഇതിലിങ്ങനെ നടക്കുന്നു, എന്തൊക്കെയൊക്കെയോ കാണിച്ചു കൂട്ടുന്നു, ആ ഒരു രീതിയാണ്. ഞാനിപ്പോൾ സൈഡിൽ വീഡിയോ കാണിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പം എന്തൊക്കെയോ പുള്ളിക്കാരിക്ക് പറ്റിയൊരു ഷോ അല്ല ഇത്. ഇങ്ങനെയുള്ളവരെയൊക്കെ എടുക്കുന്ന എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഈ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക്, ഇത്രയും വലിയൊരു ഷോയ്ക്ക് എടുക്കുന്നത് മനസ്സിലാവുന്നില്ല. എന്ത് മെസ്സേജാണ് പുറത്തേക്ക് കൊടുക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല. ഇത് കാണുമ്പോൾ തന്നെ എന്താ പറയുക, കുട്ടികൾ വരെ നശിച്ചു പോകുന്ന ആ ഒരു ഇതാണ് ഇവരുടെ പല ആളുകളുടെയും ഓരോ ഇത് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ജിസേലിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും ജാസ്മിൻ കഴിഞ്ഞ വർഷത്തെ കണ്ടസ്റ്റൻ്റ് ചെയ്തതിനേക്കാളും ഇതായിട്ടുള്ള ഒരു വൃത്തികേടാണ് പുള്ളിക്കാർ ചെയ്യുന്നത്. എന്താ പറയുക, ഞാനിപ്പോൾ ഇന്നലെയാണ് ആ വീഡിയോ കാണുന്നത്. ഞാൻ വീഡിയോ കാണിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ചപ്പാത്തി പരത്തുമ്പോൾ ഇങ്ങനെ ശരീരത്തിൽ ചൊറിഞ്ഞിട്ട് ആ ഒരു കൈ കൊണ്ട് തന്നെ പുള്ളിക്കാരി ചപ്പാത്തി ഉരുട്ടുന്ന ആ ഒരു വീഡിയോ ഒക്കെ കാണാനിടയായി. എന്ത് തന്നെയാണെങ്കിലും ഇപ്രാവശ്യത്തെ ഇത് ഒരു തരത്തിലും കാണുന്നുണ്ട് എങ്കിലും എന്തോ പഴയതുപോലുള്ള ആ ഒരു ഇതൊന്നും തോന്നുന്നില്ല ആർക്കും. എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്, പഴയ ആ ഒരു ഇത്. ഇപ്പോൾ ഞാൻ ബിഗ് ബോസ് ഷോ എല്ലാം കാണുന്നതാണ്, പക്ഷേ ഇതുവരെയും ആ ഒരു കണ്ടസ്റ്റൻറ്റിലെ ആരെയും ഇഷ്ടപ്പെടാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് സത്യം. അത് നമ്മൾ ആ ഒരു ഷോ കണ്ടവർക്ക് അത് മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് ഈ ബിഗ് ബോസ് ഷോനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് വെച്ച് നിങ്ങൾ അറിയിക്കുക. അതുപോലെ സുധിയുടെ ഈ ചെയ്തികളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള ഒരു പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.